Welcome to Sweet and Sour. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടാണല്ലോ ബക്കറ്റ് ചിക്കനും പേപ്പർ ചിക്കനും മഡ് ചിക്കനും ഒക്കെ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ബക്കറ്റോ വിറകോ ചാർക്കോളോ അവനോ ഒന്നും തന്നെ ആവശ്യമില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മെത്തേഡാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, 3 കഷ്ണം ഇഞ്ചി, 8-10 ചെറിയ ഉള്ളി, 10-12 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ നമുക്കിനി ഒരു ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈരാണ്. അതുപോലെ തന്നെ ഒരു ഫുൾ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചെടുത്ത് വെള്ളം ചേർക്കാതെ നമ്മളിത് പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ വരഞ്ഞു കൊടുക്കണം, നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരഞ്ഞു കൊടുക്കാം നമുക്ക്. ഇനി ഞാൻ ഈ മസാല ചിക്കൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഒരു ഭാഗവും മിസ്സാവാതെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതിന്റെ ഉൾഭാഗത്ത് കൂടി ഇതുപോലെ മസാല തേച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒരു ഈർക്കിലെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കാലിന്റെ ഭാഗമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ മസാലയൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു അടിക്കട്ടിയുള്ള ചെമ്പല് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മളൊരു ചിക്കൻ വെക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ പാത്രം വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഈ ചിക്കൻ നമുക്ക് കറക്റ്റ് ഈ പ്ലേറ്റിന്റെ മേലെ പ്ലേസ് ചെയ്യണം. പാത്രം നല്ല ചൂടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു വാഴനാരോ അല്ലെങ്കിൽ നൂലൊക്കെ ഉപയോഗിച്ചിട്ട് സൂക്ഷിച്ച് വെക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചിക്കൻ കുക്കറിന്റെ ഒരു ഭാഗത്തും തട്ടാതെ നോക്കുക എന്നുള്ളത്. കാരണം ചിക്കൻ തട്ടുന്ന ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ടോന്നും കൂടി ഉറപ്പ് വരുത്തണേ. ഇപ്പൊ 1 മണിക്കൂറായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഷവായ കടകളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ട്. അയ്യോ, ചിക്കനൊക്കെ ശരിക്കും പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാതെ തന്നെ ഇതുപോലെ കുറച്ച് നേരം വെക്കാം. എന്നിട്ടൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. കുറച്ച് അനിയനും ലെമണൊക്കെ വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
ഇത് കുബൂസിൻ്റെയോ അറബിക് റൈസിൻ്റെയോ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഞാനിവിടെ കുബൂസും മയോനീസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ കുക്കർ ഗ്രിൽഡ് ചിക്കൻ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഇപ്പം തന്നെ ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.